إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഹജ്ജ് 53-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം മുൻ ആയത്തിന്റെ തന്നെ തുടർച്ചയാണ്. ആ പിശാചിട്ട ദുർബോധനങ്ങൾ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ദുർബോധനം ഇടാൻ പിശാചിന് അങ്ങനെയുള്ള ഒരു കഴിവ് അല്ലാഹ് കൊടുത്തത് എന്തിനാണെന്നുള്ള വിശദീകരിക്കുന്നു. ലിയജഅല ആക്കുന്നതിന് വേണ്ടി പിശാചിട്ടതിനെ ആക്കുന്നതിന് വേണ്ടി ഫിത്നത്തിന് ഒരു പരീക്ഷണമാക്കുന്നതിന് വേണ്ടി ആർക്ക് പരീക്ഷണമാക്കുന്നതിന് വേണ്ടി എന്നുള്ള പറയുന്നു. ലില്ലദീന ഒരു കൂട്ടർക്ക് ഫീ ഖുലൂബിഹിം മർദുൻ ഹൃദയങ്ങളിൽ രോഗമുള്ള ഒരു കൂട്ടർക്ക് മുനാഫിക്കുകളെ പോലെ അതുപോലെ ചതിയന്മാരും വഞ്ചകരുമായ അവിശ്വാസികളിൽപ്പെട്ട ഒരു കൂട്ടരെ പോലെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പരീക്ഷണമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പിശാച് ഇത്തരം ദുർബോധനങ്ങൾ ഇടുന്നതിന് വേണ്ടി പരിശ്രമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കഴിവ് കൊടുത്തത് എന്നാണ് പറയുന്നത്. വൽ ഖാസിയതി ഖുലൂബുഹും അതുപോലെ ഹൃദയം കടുത്തുപോയവർക്കും കുഫറിലും ശിർക്കിലും ഹൃദയം കടുത്തുപോയവർക്കും ഹൃദയത്തിൽ രോഗമുള്ളവർക്കും ഒരു പരീക്ഷണമായിട്ടാണ് ആ പിശാചിന്റെ ആ ദുർബോധനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്നത് എന്നാണ് പറയുന്നത്. വ ഇന്നദ്ദാലിമീന നിശ്ചയമായും ആ അക്രമികൾ ലഫീ ശിഖാഖിൻ ബഈദ് ദൂരമായ കക്ഷിപിരിവിൽ തന്നെയാകുന്നു. യഥാർത്ഥ സത്യത്തിന്റെ മാർഗത്തിൽ നിന്നും കക്ഷി പിരിഞ്ഞു പോയിരിക്കുകയാണ്. പലതരം കക്ഷിത്വത്തിൽ അവർ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വിദൂരമായ കക്ഷിത്വത്തിൽ തന്നെയാകുന്നു ആ വഴി പിരിഞ്ഞവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മുൻ വേദഗ്രന്ഥങ്ങൾ അവതരിച്ചപ്പോൾ നോക്കൂ, തൗറാത്തിന്റെ മാർഗത്തിൽ നിന്നും വഴി പിരിഞ്ഞവർ, അതുപോലെ സബൂറിന്റെ മാർഗത്തിൽ നിന്നും വഴി പിരിഞ്ഞു പോയവർ, അതുപോലെ ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇൻജീലിന്റെ മാർഗത്തിൽ നിന്നും വഴി പിരിഞ്ഞു പോയവർ, ഇവരൊക്കെയും ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാകുന്നു. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തൗഹീദി പ്രബോധനത്തിൽ നിന്നും വഴി പിരിഞ്ഞു പോയവർ, ഇവരൊക്കെയും നോക്കൂ വിവിധങ്ങളായ കക്ഷികളായി പിരിഞ്ഞ് അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ലഫീ ശിഖാഖിൻ ബഈദ് ദൂരമായ കക്ഷിത്വത്തിൽ തന്നെയാകുന്നു, വിവിധ കക്ഷികളായി പിരിഞ്ഞിരിക്കുകയാണ് അവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതൊക്കെ പിശാചിന്റെ ദുർബോധനം മൂലമാണ്. പിശാച് അവരെ സ്വാധീനിച്ചിരിക്കുന്നു. അവർ പിശാചിന്റെ കൂട്ടാളികളായി മാറിയിരിക്കുന്നു. അവർ ഒരിക്കലും സത്യത്തിന്റെ വാഹകരായിരിക്കുന്ന പ്രവാചകന്മാരെ അനുസരിക്കാനോ അവരെ വിശ്വസിക്കാനോ അവർ തയ്യാറാകുന്നില്ല. അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങൾ സത്യപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. അതാണ് അവർക്ക് പറ്റിയ പിഴവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.